ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാണിത്തട്ട് തോരൻ. വാഴക്കൂമ്പ് തോരൻ എന്നും ഇതിന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ മാണിത്തട്ടിന് എന്താണ് പറയുക? നിങ്ങൾ അതൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കാൻ കഴിയും. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പയർ വെന്ത് വന്നത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 2 മാണിത്തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പോളയെല്ലാം മക്കൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെയുള്ള കുറച്ച് പോളകൾ നമുക്ക് കൂടി ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇങ്ങനെ 2 എണ്ണം ഒഴിവാക്കിയതാണിത്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ മാണിത്തട്ടിൻ്റെ തുമ്പൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കൊത്തി അരിയാം. കത്തിയെടുത്ത് ഇതുപോലെ കൊത്തി അരിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വേണം ഈ 2 മാണിത്തട്ടും നമ്മൾ അരിഞ്ഞെടുക്കാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ കഴിയും. എന്നിട്ടിത് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തിയിടാം. 2 മാണിത്തട്ടും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മഞ്ഞൾ വെള്ളത്തിലൊന്ന് കുതിർത്തി ഒരു 10 മിനിറ്റ് ഇടാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. കുക്കർ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചതച്ചത് ചേർക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 6 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചതച്ചത് ചേർക്കാം. ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 സെക്കൻഡ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് മാറ്റിവെച്ച നമ്മുടെ മാണിത്തട്ട് കഴുകിയെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരിപ്പാത്തട്ടിലിട്ട് ഊറ്റിയെടുത്ത നമ്മുടെ മാണിത്തട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിലിൽ തന്നെ നമ്മുടെ മാണിത്തട്ട് ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ നോക്കാം, വെന്തോ എന്ന് നോക്കാം. എൻ്റെ മാണിത്തട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ചെറുപയർ വേവിച്ചതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ചെറുപയർ ഊറ്റിയെടുക്കാൻ. മണി പോലെ കിടക്കും. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു മാണിത്തട്ട് ഉപ്പേരിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റും ഒന്ന് അറിയിക്കണേ. ഓക്കെ, ബൈ.